ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കാണുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുക. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനമാകുന്ന മന്ന ആവോളം ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ദിവസത്തെ ആരംഭിക്കാം. ഈ പുതിയ പ്രഭാതത്തിൽ ഈ മോർണിംഗ് മന്നയിലേക്ക് നിങ്ങൾ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഒരുങ്ങാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അവസാനിക്കാത്ത ഭാവിയെ കണക്കാക്കി പദ്ധതി ആസൂത്രണം ചെയ്യുക എന്നതാണ്. എന്താണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം? അവസാനിക്കാത്ത ഭാവിയെ കണക്കാക്കി പദ്ധതി ആസൂത്രണം ചെയ്യുക. അതിനാസ്പദമായി ഒരു വേദഭാഗം വായിക്കാം. 1 തിമോഥെയോസിന് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അതിങ്ങനെ വായിക്കുന്നു: ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. നോക്കണം പ്രിയമുള്ളവരെ, വേദഭാഗം എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതാണ്. എന്നാൽ ദൈവഭക്തി എന്ന് പറയുന്നത് അല്പം പ്രയോജനമല്ല, അത് ഇപ്പോഴത്തെ ജീവന് പ്രയോജനമുള്ളതാണ്. ഇനി വരുവാനിരിക്കുന്ന വാഗ്ദത്തമുള്ളതാകയാൽ വരുവാനിരിക്കുന്ന ജീവനും അല്ലെങ്കിൽ നിത്യജീവനിലും അത് പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് ആ പ്രയോജനമുള്ളതിനെ നമ്മൾ കൈവശമാക്കണം എന്നതാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന ഓരോ തൊഴിൽ, വ്യാപാര എല്ലാത്തിന്റെയും കണക്ക് ഇടപാടുകൾ അദൃശ്യമായ ദൈവം പരിശോധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. എപ്പോഴും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാണ്. അന്യായമായി അനുരഞ്ജനമില്ലാത്ത തിന്മയെ ഒരിക്കലും അവഗണിക്കാത്ത, തെറ്റിനെ ഒരിക്കലും സ്വാന്തനിപ്പിക്കാത്ത ദൈവത്തിന്റെ പരിശോധനകരാണ് ആ പരിശോധിക്കുന്നത്. അവരെന്ത് ചെയ്യത്തില്ല, ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തെറ്റിനെ സ്വാന്തനിപ്പിക്കത്തില്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിന്റെ പ്രവർത്തനത്തെ നമ്മൾ എപ്പോഴും ഒരു എന്താ പറയുക, സ്കാനിങ്ങിന് എപ്പോഴും വിധേയമാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലായിടത്തും നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന ബോധ്യത്തോടെ വേണം നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ഇടപാടുകളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ദൈവത്തിന്റെ നിയമം സകല ദുഷ്പ്രവൃത്തിക്കാരെയും എന്ത് ചെയ്യുന്നു? കുറ്റം വിധിക്കുന്നു. അവർ ഒരുപക്ഷെ ആ ശബ്ദത്തെ അവഗണിച്ചേക്കാം, മുന്നറിയിപ്പുകളെ മുക്കിക്കളയുവാൻ അവർ നോക്കിയേക്കാം. പക്ഷേ അതെല്ലാം, അങ്ങനെ നോക്കുന്നതെല്ലാം എന്താണ്? വ്യർത്ഥമാണ്. അവരുടെ പ്രവർത്തികൾ എന്ത് ചെയ്യും? അവരെ പിന്തുടരുക തന്നെ ചെയ്യും. അത് അവരുടെ സമാധാനത്തെ ഒരുപക്ഷെ നശിപ്പിച്ചേക്കും. മനഃപൂർവ്വം കേൾക്കാതിരുന്നാൽ അത് അവരെ ശവക്കുഴിയിലേക്ക് വരെ പിന്തുടരും. ന്യായവിധിയിൽ അത് അവർക്ക് എതിരെ സാക്ഷ്യം പറയും. ഒരിക്കലും അണയ്ക്കാനാകാത്ത അഗ്നി അത് ഒടുവിൽ അവരെ മുഴുവനായി ദഹിപ്പിച്ച് നശിപ്പിച്ചു കളയും. മർക്കോസിന്റെ ലേഖനം 8-ാമത്തെ അധ്യായം 36-37 വാക്യം ഇങ്ങനെയാ പറയുന്നത്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? നോക്കണം പ്രിയമുള്ളവരെ, ഒരുപക്ഷെ മാതാപിതാക്കളുടെയും അധ്യാപകന്റെയും വിദ്യാർത്ഥിയുടെയും ഓരോ ജീവിയുടെയും പ്രായം കുറഞ്ഞവരുടെയും പ്രായം കൂടിയവരുടെയും ഒക്കെ ഗൗരവമേറിയ പരിഗണന ആവശ്യമായിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. എന്താണ് ചോദ്യം? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ഏതാനും വർഷങ്ങളായുള്ള ഇപ്പോഴത്തെ ജീവിതത്തെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുകയും അന്തമില്ലാത്ത, ഒരിക്കലും അവസാനിക്കാത്ത നിത്യമായ ഭാവിക്ക് വേണ്ടി നമ്മൾ ഒന്നും കരുതാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ വിഡ്ഢിത്തരമെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും യുക്തിപൂർണമായിരിക്കുകയില്ല. നമ്മൾ നിത്യതയെ കണക്കിലെടുക്കുവാൻ നമ്മുടെ ജനങ്ങളെ, നമ്മുടെ യുവജനങ്ങളെ ഒക്കെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. എന്നെന്നും നിലനിൽക്കുന്നതായ തത്വങ്ങളെ തിരഞ്ഞെടുക്കുവാനും ധനം അന്വേഷിക്കുവാനും നമ്മൾ നമ്മുടെ തലമുറയെ പഠിപ്പിക്കുകയും നമ്മളും അത് സ്വായത്തമാക്കുകയും വേണം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം പറയുന്നത്: കള്ളൻ അടുക്കുകയോ പുഴുകെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ അവർക്ക് നിക്ഷേപം ഉണ്ടാക്കിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനത്തെയും ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവവും പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ അല്പമായ ജീവിതത്തിന് വേണ്ടി പ്രയോജനമുള്ളതിലേക്ക് നമ്മുടെ സകലതും ചെലവഴിക്കാതെ നമ്മൾ നിക്ഷേപം സ്വരൂപിച്ചു കൂട്ടേണ്ടത് എവിടേക്കാണ്? കള്ളനെടുക്കുകയോ
പുഴു കടിക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപം സ്വരൂപിക്കണം. നമ്മൾ സ്വരൂപിക്കുക മാത്രമല്ല, നമ്മുടെ തലമുറയെ, നമ്മുടെ ജനങ്ങളെ അതിലേക്ക് നമ്മൾ നടത്തുകയും നയിക്കുകയും വേണം. ഇത് ചെയ്യുന്ന എല്ലാവരും ഈ ലോകത്തിലെ ജീവിതത്തിന് സാധ്യമായ മികച്ച എല്ലാ ഒരുക്കവും ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം മോശമാകുന്നല്ല, ഈ ലോകത്തിലും ആവശ്യമായ സാധ്യമായതെല്ലാം നമ്മൾ ഒരുക്കുന്നതോടൊപ്പം എന്ത് ചെയ്യുന്നു? ഈ ഭൂമിയിലെ ജീവിതം ധന്യവും ഉത്കൃഷ്ടവുമാകാതെ യാതൊരു പുരുഷനോ സ്ത്രീക്കോ സ്വർഗത്തിൽ ധനം നിക്ഷേപിക്കാൻ കഴിയുകയില്ല. അപ്പോൾ സ്വർഗത്തിൽ ധനം നിക്ഷേപിക്കുന്നവർ ഈ ഭൂമിയിലെ ജീവിതം ധന്യവും ഉത്കൃഷ്ടവുമാക്കുക കൂടി ചെയ്യുകയാണ്. ദൈവികത സകല കാര്യങ്ങൾക്കും പ്രയോജനമുള്ളതാണ്. നമ്മൾ ആദ്യം വായിച്ചതുപോലെ 1 തിമോത്തിയോസ് 4-8 വാക്യം എന്താണ്? ഇപ്പോഴത്തെ ജീവിതത്തിന് വേണ്ടി പ്രയോജനമുള്ളതിലേക്ക് മാത്രം നമ്മുടെ സകല കഴിവുകൾ നശിപ്പിച്ച് കളയാതെ, അല്ലെങ്കിൽ ഉപയോഗിച്ച് കളയാതെ, വരുവാനുള്ള ലോകത്തിലേക്ക് വേണ്ട വാഗ്ദത്തങ്ങൾ ഉള്ളതിലേക്ക്, ദൈവഭക്തിയാണ് അത് നമ്മളെ അതിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ശരീരാഭ്യാസം ഗുണമുള്ളതാണ്, അത് അല്പ ഗുണം ചെയ്യും. എന്നാൽ മുഴുവൻ ഗുണം ചെയ്യുന്നത് ദൈവഭക്തിയാണ്. അത് ഇപ്പോഴത്തെ ജീവനെയും വരുവാനിരിക്കുന്ന ജീവിതത്തെയും വാഗ്ദത്തമുളവാക്കുന്നതായാൽ ആ ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ കഴിവുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇടപാടുകൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ തലമുറയും നിത്യത അവകാശമാക്കുവാൻ, സ്വർഗത്തിൽ അവർക്ക് നിക്ഷേപം ഉണ്ടാക്കുന്ന വിധത്തിൽ അവരുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ നമുക്ക് ഇടപെടാം, അവരെ അഭ്യസിപ്പിക്കാം, നമ്മുടെ മാതൃക കൊണ്ട് അവരെ ശീലിപ്പിക്കാം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിന്റെ നല്ല മണിക്കൂറുകൾക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിലേക്ക് മാത്രം ശ്രദ്ധ വെക്കാതെ വരുവാനുള്ള ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. അത് ഞങ്ങളെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നതായ തലമുറയും അഭ്യസിപ്പിക്കാൻ ഞങ്ങളെ അത് പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, എന്നേക്കും പ്രയോജനമുള്ള ഭാവിയിലേക്ക് ഒരുക്കൂട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലതും ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ഏവർക്കും ഏറ്റവും നല്ല ഒരു ദിവസം നേരുന്നു. ഈ ദിവസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക നടത്തിപ്പുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.